ഐഡിയ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമസ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്രോത്ത് പ്രൊമോട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ ഫാം ചെയ്യുമ്പോൾ പലപ്പോഴും ഫാമേഴ്സ് പറയാറുണ്ട്, നമുക്ക് ഈ പ്രാവശ്യം വന്ന കുഞ്ഞ് വലിയ പോരാ, നോൺ ഗോബാണെന്ന് തോന്നുന്നുണ്ട്, ഗ്രോത്ത് കുറവാണ്, അതുപോലെ തന്നെ കാലൊക്കെ ഒരു വിളർച്ച ബാധിച്ച മാതിരിയാണുള്ളത്, ഫെദർ കൂടുതലായിട്ട് വളരുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പം നിലവിൽ എവിടെയും തന്നെ നോൺ ഗോബ് കുഞ്ഞുങ്ങളില്ല, എല്ലാ സ്ഥലത്തും ഗോബ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് കുഞ്ഞ് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും നല്ല ഏജൻറ്റിൻ്റെ അടുത്ത് തന്നെ എടുക്കേണ്ടതുണ്ട്, നല്ല കമ്പനി നോക്കിയിട്ട് തന്നെ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഫാം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനകത്ത് ബ്രൂഡിങ്, അതുപോലെ തന്നെ ഒരു ബാച്ച് ഇട്ടിട്ട് അടുത്ത ബാച്ച് ഇടുന്നതിലെ കാലതാമസം, ഇതൊക്കെ കറക്റ്റ് കീപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പരിധി വരെ ആ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ നല്ല ന്യൂട്രീഷൻസും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീഡിൽ വരുന്ന കുറവുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സപ്ലിമെൻ്റാണ് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ എന്നുള്ളത്. ഞാൻ എൻ്റെ ഫാമിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ് ഇത്. നമ്മൾ ആ ഒരു ലിവർ ടോണിക് ഉപയോഗിക്കുന്ന ഒരു ആവശ്യം ഇതുകൊണ്ട് നിറവേറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ദഹനാവസ്ഥ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലിവർ ടോണിക്, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു സപ്ലിമെൻറ്റ് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ബ്ലഡ് കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കോഴികളും ഒരേ വലുപ്പത്തിൽ തന്നെ വളരുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ പൊതുവെ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആവശ്യക്കാർ, അതായത് ആർക്കെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാനത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 1-2 ബാച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു പ്രശ്നങ്ങൾക്ക്, അതായത് മഞ്ഞക്കാല് തെളിയാത്ത പ്രശ്നം, അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് കുറവുള്ള പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഐഡിയ ഫാമസ് നിങ്ങൾ അടുത്തൊരു ബാച്ച് ഇടുമ്പോൾ ജസ്റ്റ് ഈ ഒരു സപ്ലിമെൻറ്റ് കൊടുത്തൊന്ന് വളർത്തി നോക്കുക. എന്തായാലും നമുക്ക് ആ ഒരു സപ്ലിമെൻറ്റിന് കൊടുക്കുന്ന പൈസ എന്തായാലും നമുക്ക് നമുക്ക് FCR നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഐഡിയ ഫാമസ് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഐഡിയ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.